പ്രകാശം പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗതയാണ് പ്രകൃതിയിൽ ഒരു വസ്തുവിന് കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ വേഗത. പ്രകാശത്തിൻ്റെ സഞ്ചാരപാതയാണ് പ്രകാശരശ്മി. പ്രകാശരശ്മികളുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത് പ്രകാശകിരണം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം സൂര്യനിൽ നിന്നുള്ള പ്രകാശം. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്റ്റിൻ ഫ്രെണൽ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിൽ 3 × 10⁸ m/s. പ്രകാശസാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യത. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം. പ്രകാശത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രം. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമായ ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോൺ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം വജ്രത്തിൻ്റെ കാന്തിക കോൺ ചെറുതായതിനാൽ. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഫോസ്ഫറസ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ. മഞ്ഞ നിറമുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മെക്കൻസൺ. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആംസ്ട്രം. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല. വിവിധ മാധ്യമങ്ങളിലെ പ്രകാശത്തിൻ്റെ വേഗത ശൂന്യത 3 × 10⁸ m/s. ജലം 2.25 × 10⁸ ഗ്ലാസ് 2 × 10⁸ m/s. വജ്രം 1.25 × 10⁸ m/s. പ്രകാശിക സാന്ദ്രത. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിൻ്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കണക്കാക്കുന്ന അളവാണ് പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കുറയുന്നു. മാധ്യമങ്ങളെ പ്രകാശസാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് വായു, ജലം, ഗ്ലാസ്, വജ്രം. പ്രകാശസാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മികൾ പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതിനെ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് അറിയപ്പെടുന്നു. ലെൻസ്. ഗോളോപരിതലത്തിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. പ്രധാനമായും ഉപയോഗിക്കുന്ന ലെൻസുകൾ കോൺവെക്സ്, കോൺകേവ്. ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കൽപ്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങൾ ലെൻസിൻ്റെ വക്രതാ കേന്ദ്രങ്ങൾ. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം ഫോക്കസ് ദൂരം. പ്രകാശകേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം ഫോക്കസ് ദൂരം. ഫോക്കസ് ദൂരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം F.
കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും രണ്ട് ഫോക്കസുകളും പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും തുല്യ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകാശിക സ്രോതസ്സിൻ്റെ ഒരേ വശത്തുള്ള ഫോക്കസിനെ ആദ്യത്തെ ഫോക്കൽ ബിന്ദു എന്നും അടുത്തതിനെ രണ്ടാമത്തെ ഫോക്കൽ ബിന്ദു എന്നും വിളിക്കുന്നു. ഗോളീയ ദർപ്പണത്തിൻ്റെ ജ്യാമിതീയ കേന്ദ്രം പോൾ. ഗോളീയ ദർപ്പണത്തിൻ്റെ ജ്യാമിതീയ കേന്ദ്രം പോൾ. ഗോളീയ ലെൻസിൻ്റെ ജ്യാമിതീയ കേന്ദ്രം പ്രകാശിക കേന്ദ്രം. ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖ മുഖ്യ അക്ഷം. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം കേന്ദ്രീകരിക്കുന്ന മുഖ്യ അക്ഷത്തിലുള്ള ബിന്ദു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്നതിനാൽ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. മുഖ്യ ഫോക്കസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എഫ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം പരസ്പരം അകലുന്നു. ഈ രശ്മികൾ പതനരശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുന്നു. ഈ ബിന്ദു അറിയപ്പെടുന്നത് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. നേത്ര ലെൻസ് ബൈകോൺവെക്സ് ആണ്. നേത്ര ലെൻസ് ബൈകോൺവെക്സ് ആണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നു. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായി ഉപയോഗിക്കുന്നു. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ബേണിംഗ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്നു. വാച്ച് നന്നാക്കാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നു. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. മാഗ്നിഫയിങ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസ് അവതല ലെൻസ് അല്ലെങ്കിൽ വിവ്രജന ലെൻസ്. പ്രതിബിംബ രൂപീകരണം കോൺവെക്സ് ലെൻസ്. ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനോ അപവർത്തനത്തിനോ ശേഷം മറ്റൊരു ബിന്ദുവിൽ കൂടിച്ചേരുന്നുണ്ടെങ്കിൽ ആ ബിന്ദു അറിയപ്പെടുന്നത് പ്രതിബിംബം. പ്രകാശരശ്മികൾ കൂടിച്ചേർന്നാണ് പ്രതിബിംബം രൂപപ്പെടുന്നതെങ്കിൽ അത്തരം ബിംബങ്ങളെ അറിയപ്പെടുന്നത് യഥാർത്ഥ പ്രതിബിംബം. പ്രകാശരശ്മികൾ ഒരേ ബിന്ദുവിൽ നിന്നും നിർഗമിക്കുന്നതായി കാണപ്പെടുന്നുവെങ്കിൽ അത്തരം ബിംബം മിഥ്യാബിംബം. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം മിഥ്യ നിവർന്നത്. കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ സംവ്രജന ലെൻസ്, ഉത്തല ലെൻസ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും. മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. അവതല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതും. കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായി ഉപയോഗിക്കുന്നു. ബേസിക് ഫാക്ട്സ്. ഹോളോഗ്രാം വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം. ഹോളോഗ്രാഫിയുടെ പിതാവ്
ഡെന്നിസ് ഗാബോർ. ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇൻ്റർഫെറൻസ്. പ്രതിബിംബ രൂപീകരണം കോൺവെക്സ് ലെൻസ്. വസ്തുവിൻ്റെ സ്ഥാനം വിദൂരതയിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിൽ യഥാർത്ഥമായിരിക്കും. തലകീഴായത് ചെറുത്. 2F അപ്പുറം, എഫിനും 2F ഇടയിൽ. യഥാർത്ഥം തലകീഴായത് ചെറുത്. 2F വസ്തു 2F ആവുമ്പോൾ പ്രതിബിംബം 2F, യഥാർത്ഥം തലകീഴായത് അതേ വലിപ്പം. 2Fനും Fനും ഇടയിലാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം 2F അപ്പുറം, യഥാർത്ഥം തലകീഴായത് വലുത്. വസ്തുവിൻ്റെ സ്ഥാനം എഫിലാകുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വിദൂരതയിൽ, യഥാർത്ഥം തലകീഴായത് വലുത്. വസ്തു എഫിനും ലെൻസിനും ഇടയിൽ വരുമ്പോൾ വസ്തുവിൻ്റെ അതേ വശത്ത് മിഥ്യ നിവർന്നത് വലുത്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദു അറിയപ്പെടുന്നത് നിയർ പോയിൻ്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദു അറിയപ്പെടുന്നത് ഫാർ പോയിൻ്റ്. ത്രിമാന കാഴ്ച. രണ്ടു കണ്ണുകളും ഉപയോഗിച്ചുള്ള കാഴ്ചയാണ് പൂർണ്ണതയുള്ളത്. ഒരു കണ്ണുകൊണ്ട് 180 ഡിഗ്രി കോണിലുള്ള ഒരു ദ്വിമാന തരത്തിലുള്ള കാഴ്ച മാത്രമേ സാധ്യമാവുകയുള്ളൂ. രണ്ട് കണ്ണുകൊണ്ടും ഒരു വസ്തുവിനെ നോക്കുമ്പോൾ 180 ഡിഗ്രി കോണളവിൽ വിസ്തൃതമായ ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ച സാധ്യമാകുന്നു. രണ്ട് കണ്ണിലെയും കാഴ്ചകൾ ഏകോപിപ്പിച്ച് വസ്തു സ്ഥിതി ചെയ്യുന്ന ദൂരത്തെക്കുറിച്ചുള്ള ധാരണ ഉളവാക്കുന്നതിന് തലച്ചോർ സഹായിക്കുന്നു. ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: കനം കുറഞ്ഞ ലെൻസിൻ്റെ പ്രകാശ കേന്ദ്രത്തിൽ കൂടി കടന്നുപോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പോകുന്നതായി തോന്നുന്നു. മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. അനന്തതയിലുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ സമാന്തരമാണ്. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ദർപ്പണം, ലെൻസ് തുടങ്ങിയവയിൽ വസ്തുവിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസം വരുമ്പോൾ ഓരോന്നും രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള സമവാക്യവും വ്യത്യാസമായിരിക്കും. ഈ സമവാക്യങ്ങളെല്ലാം ഏകീകരിക്കാൻ രൂപീകരിച്ച സമ്പ്രദായമാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. എന്നാൽ ഓരോ സന്ദർഭങ്ങളിലെയും യഥാർത്ഥ സമവാക്യം ലഭിക്കണമെങ്കിൽ വീണ്ടും കാർട്ടീഷ്യൻ ചിഹ്നരീതി പ്രയോഗിക്കേണ്ടി വരും. ദർപ്പണം, ലെൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരം അളക്കുന്നത് ഗ്രാഫിലെ അക്ഷരങ്ങളുടേതിന് സമാനമാണ്. ന്യൂ കാർട്ടീഷ്യൻ രീതിയിലും എല്ലാ അളവുകളും അളക്കേണ്ടത് മൂലബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ ഓറിജിൻ. മൂലബിന്ദുവായി കണക്കാക്കുന്നത് ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രം. പ്രകാശരശ്മി സഞ്ചരിക്കുന്നതായി കണക്കാക്കുന്നത് ഇടത്തു നിന്നും വലത്തോട്ട്. പ്രകാശരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നത് പോസിറ്റീവ്, പ്രകാശരശ്മിയുടെ എതിർദിശയിൽ അളക്കുന്നത് നെഗറ്റീവ്. എക്സ് അക്ഷത്തിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവ്, എക്സ് അക്ഷത്തിന് താഴെയുള്ള ദൂരം നെഗറ്റീവ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവും ആയിരിക്കും. ലെൻസിൻ്റെ പവർ. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമം അറിയപ്പെടുന്നത് ലെൻസിൻ്റെ പവർ. പവർ ഈസ് ഈക്വൽ ടു 1/f. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. ഡയോപ്റ്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരം D. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവ്, കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ്. +25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ കാണാൻ P = 1/f = 1/0.25. That's equal to 4. Power is equal to +4D. ലെൻസിൻ്റെ സമവാക്യം
എഫ് ഇസ് ഈക്വൽ ടു യു വി മൈനസ് ബി, അല്ലെങ്കിൽ 1/f ഇസ് ഈക്വൽ ടു 1/b മൈനസ് 1/u. യു എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ സ്ഥാനം, വി പ്രതിബിംബത്തിൻ്റെ സ്ഥാനം.